പറയുന്നത്, ഉസാമയെ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ടതാണ്, ഉസാമയെ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ടതാണ്, ഞാനായിട്ട് മാറ്റാനോ ഒരിക്കലുമില്ല ഉമറേ എന്ന് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ഓട്ടിക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ. അവിടെ നിന്ന് അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ദേഷ്യം മുഴുവൻ അൻസാരികളായ സഹാബത്തിന്റെ അടുക്കൽ വന്നിട്ട് തീർത്തു. അൻസാരികളായ സഹാബത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മിണ്ടിപ്പോകരുത്, നിങ്ങൾ കാരണമായ അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ നിന്നും എനിക്ക് പിടിപ്പത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അതേ സൈന്യം നയിച്ചുകൊണ്ട് പോവുകയാണ് 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അതാ കുതിരപ്പുറത്തിരിക്കുന്നത് വെറും 18 വയസ്സുള്ള ആളാണ്. താഴെ കൂടി നിലത്തുകൂടി മണൽ തടികളിൽ കൂടി നടന്നു പോകുന്നതാരാണ്? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടക്കുകയാണ്. ഉസാമ കുതിരപ്പുറത്താണ്. ഉസാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ നടക്കുകയും ഞാൻ കുതിരപ്പുറത്തിരിക്കുകയുമോ? ഇല്ല ഇല്ല, നിങ്ങൾ കുതിരപ്പുറത്ത് കയറുക, ഞാൻ നടക്കാം എന്ന് അമീറുൽ മുഅ്മിനീനോട് പറയുമ്പോൾ അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഇല്ല ഉസാമ, നിങ്ങൾ ഇറങ്ങരുതേ, അല്ലാഹു സത്യമായും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ ഖലീഫ തറയിൽ കൂടി നടന്ന് മണ്ണ് ചവിട്ടിക്കൊണ്ട് നടക്കുമ്പോ 18 വയസ്സുള്ള യുവാവിന് കിട്ടിയ ആദരണീയം നാം ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ചിന്തിക്കണേ. ഇന്നത്തെ 2015 18 വയസ്സുള്ള ചെറുപ്പക്കാരാ, 18 20 താഴെ വയസ്സുള്ള യുവാവല്ലായിരുന്നു. എങ്ങനെയാണ് അത്രത്തോളം സ്ഥാനത്തിലേക്ക് എത്തിയത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ചപ്പോ അല്ലാഹു ഉയർത്തിയില്ലേ? അല്ലാഹുവിന്റെ ദീനനുസരിച്ചപ്പോൾ പടച്ചവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ അല്ലാഹു ഉയർത്തിയതല്ലേ? അല്ലാഹു ഉയർത്തിയതല്ലേ? ഇന്ന് ഉസാമ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെ നാവുകളിൽ നിന്നും അതാ വരികയാണ് റളിയല്ലാഹു അൻഹു. ഇന്നും നമ്മൾ പറയുന്നു റളിയല്ലാഹു തആല അൻഹു. ഇതിന് കാരണം അദ്ദേഹത്തിന്റെ ആർജവമുള്ള ഈമാനായിരുന്നു. അത്രത്തോളം ഈമാനിന്റെ നിർവൃതമായിരുന്നു ഉസാമ റളിയല്ലാഹു തആല അൻഹു. ആർക്കും തടുക്കാൻ സാധിക്കാത്ത ഈമാൻ. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ തങ്ങളുടെ ആവശ്യപ്രകാരം മദീനയിൽ നിർത്തി ആ സംഘം പോയി. അങ്ങനെ കണ്ടവർ അതിന്റെ ഹദീസിന്റെ റാവിമാര് പറയുന്നുണ്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ പറയുന്നുണ്ട്, അവർ പറയുകയാണ്, ഉസാമ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് എല്ലാവരെയും നയിച്ചുകൊണ്ടുപോയി. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉസാമ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, എല്ലാവരും അന്തംവിടുകയാണ്, അമ്പരന്ന് പോവുകയാണ്, അത്ഭുതഭരിതരായി പോവുകയാണ്, വിജയം ഭരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ ഉസാമ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു ഗനീമത്ത് സ്വത്തുക്കൾ കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും കൂടുതലായി കൊണ്ടുവന്നിരിക്കുകയാണ്. സഹാബത്ത് പറയുകയാണ്, ഉസാമ കൊണ്ടുവന്നതുപോലെ ഗനീമത്ത് സ്വത്ത് കൊണ്ടുവന്ന മുമ്പോ പിമ്പോ ഒരു യുദ്ധത്തിന് പോയവരെയും നമ്മൾ വല്ലാഹി കണ്ടിട്ടില്ല. അത് ഉസാമയെ സമ്മതിക്കണം, ഉസാമയുടെ കഴിവാണ്. അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു എന്ന് എന്റെ കൂട്ടുകാരായ സഹാബത്ത് പറഞ്ഞിരിക്കുന്നു, അവർ പറയുമായിരുന്നു. അത്രത്തോളം ഗനീമത്ത് സ്വത്തും സമ്പത്തുമായിട്ടാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ പോയ ആ യുദ്ധം ജയിച്ച് കീഴടക്കി വന്നത്. യുദ്ധം നയിച്ചതാരാണ്? ഉസാമ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ആവേശം, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആർജവം, ഈമാൻ, ഇതാണ് അതിൽ നിന്നും ഗുണപാഠമായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തിയെടുക്കേണ്ടത്. ആ സ്വഭാവ രീതിയാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരകളാവേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും സഹാബത്തിന്റെ ജീവിതങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും
കടമയും ബാധ്യതയും കർത്തവ്യവുമാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ സഹാബത്തിന്റെ ചരിത്രവും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഖുർആൻ ശരീഫിൽ കൂടി അറിയിച്ചു തരുന്നതാണ്. അല്ലാതെ പടച്ചു നമ്പുരാൻ നമുക്ക് വെറുതെ കഥപാടി വരും പോലെ പറയുന്നതല്ല. ഈ ഹദീസുകളും ഖുർആനുകളും മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ജീവിത രീതിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിതെറ്റുന്ന ജനത വഴികാട്ടുന്ന ഖുർആൻ എന്ന വിഷയമെടുക്കുമ്പോൾ ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഭൂരിഭാഗം പേരും മനുഷ്യരാണ് എങ്കിൽ പോലും അതിലേറ്റവും കൂടുതൽ ഭൂരിഭാഗം പേര് യുവാക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ. അവരെന്തിന്റെ പിറകെയാണ് പോകുന്നത്? മദ്യത്തിന്റെയും പെണ്ണിന്റെയും പിറകെ പോയി കാട്ടറിവുകൾ പോലും ചെയ്യാൻ പഠിച്ച കാര്യങ്ങൾ ഇന്ന് അവരുടെ നിത്യേന ഹോബിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പെണ്ണെന്ന് പറയുന്നത് അവർക്ക് വിഷയമല്ലാത്ത കാലഘട്ടം. അല്ലാഹു പറഞ്ഞു, بنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تقولوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلى ما قد سلف إن الله كان غفورا رحيما. വിശദീകരണം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഒരു ആണിന് ഏതൊക്കെ പെണ്ണാണ് ഹലാലായത് ഹറാമായത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അവന്റെ ഉമ്മ, സഹോദരി, പെങ്ങന്മാർ, മുലകുടി ബന്ധത്തിലുള്ളവർ, അവര് പിതാവിന്റെ സഹോദരിമാർ, മാതാവിന്റെ സഹോദരിമാർ, ഇങ്ങനെയുള്ള സ്ത്രീകൾ മാത്രമാണ് അവരെ ഒരു ആണ് എന്ന ഒരു പുരുഷന് അനുവാദമുള്ളത്. അനുവാദമുള്ളത് എന്ന് പറഞ്ഞാൽ കാണാൻ, കേൾക്കാൻ, അവരുടെ ശബ്ദം പോലും കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം, നമുക്ക് ഓരോരുത്തർക്കും അത്ഭുതം തോന്നിയേക്കാം, അമ്പരപ്പ് തോന്നിയേക്കാം. ഇതെന്ത് ദീനാണ് പറയുന്നത്? സ്വന്തം മുറപ്പെണ്ണിനോട് വേണ്ടിക്കൂടാത്ത ദീനാണോ പറയുന്നത്? മാമിയുടെ മകളോട് സംസാരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അറിയോ? മാമിയുടെ മകളോട്, മുറപ്പെണ്ണിനോട് സംസാരിക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഖുർആനാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. ഖുർആൻ പറഞ്ഞ വാക്യമാണ്, ആ ആയത്താണ് ഞാൻ ഓതിയത്, അർത്ഥമാണ്. പക്ഷേ നമുക്കിന്നത് പറയുമ്പോൾ പുത്തൻ വാദം പോലെ തോന്നിയേക്കാം, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വാദങ്ങൾ പോലെ തോന്നിയേക്കാം. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മുറപ്പെണ്ണയോട് പോലും സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഖുർആനിന്റെ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവളുമായി ഉറക്കമില്ലാതെ സ്ഥിരമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആളുകൾ ഉഴഞ്ഞ് പരത്തവനുമായി കൊഞ്ചിക്കൊഴിയുമ്പോൾ ഇതെല്ലാം അറാബിയത്തിന്റെ പകർപ്പ് ഇന്ന് ലോകത്ത് ഒരു വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അതിന്റെ അറപ്പ് തോന്നുന്നില്ല. യുവാക്കൾക്ക് അതൊരു ഹരമാവുകയാണ്, ജീവിതത്തിന്റെ ഭാഗമായി അഭിമാനമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച് അഭിമാനമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങൾ പറയാൻ ഒരുപാട് സമയം പോലെ നമുക്ക് അവസരം പോലെ ഇനിയും കാണാം, സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ വിഷയം പെണ്ണ്. അത് ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമ്മളുമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളവരോട് മാത്രം നമ്മൾ വിടണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? കാട്ടറബികളെ പോലെ പെണ്ണിനും കള്ളിനും വേണ്ടി ജീവിക്കാനാണോ അല്ലാഹു അയച്ചത്? ആ ഉമ്മത്ത് നമ്മൾ ഉന്നതമായ ഉമ്മത്താണ്. ഏത് പോലെ എന്ന് പറഞ്ഞാൽ ആ ആയത്ത് പോലെ ആയിരിക്കണം യുവാവിന്റെ ജീവിതം. തെറ്റ് കണ്ടാൽ തടുക്കണം. അങ്ങനെ തടുക്കേണ്ട യുവാക്കളാണെന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. രണ്ടാമത് സംഗീതം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാത്ത സംഗീതം. ഒരു മനുഷ്യൻ മ്യൂസിക് കേൾക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ കേൾക്കുന്ന ട്യൂണുകൾ അത് ഹറാമാണ്, അത് ഹറാമാണ്. പറഞ്ഞു തരികയാണ്, സംഗീതം കേൾക്കുന്നവരെയും സിനിമാ പാട്ട് കേൾക്കുന്നവരെയും മാപ്പിളപ്പാട്ട് കേൾക്കുന്നവരെയും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, പാട്ടല്ലേ മ്യൂസിക്കല്ലേ, പറ്റില്ല സോദര, പറ്റില്ല.
പറയുകയാണ്, ത്തിൽ മസ്റയിൽ വെച്ചിട്ട് അവന്റെ ചെവിയിലേക്ക് ഈയ മുറിച്ച് ഒഴിക്കും ആദരവായ റസൂലുള്ളാഹി. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഗീതം കേൾക്കാനേ പാടില്ല, സംഗീതം കേൾക്കാനേ പാടില്ല. മ്യൂസിക് നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കും, പക്ഷേ വലിയ ഹറാമാണ്, വലിയ ഹറാമാണ്, വലിയ ഹറാമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ പലരും വിചാരിച്ചേക്കാം പെണ്ണിനെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും പ്രശ്നമില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെ വിചാരിച്ചു പോയെങ്കിൽ അത് തെറ്റാണ്. വാട്സപ്പിൽ സംസാരിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഒരു അന്യ സ്ത്രീയുമായി ഇന്നത്തെ പ്രവാസികളുടെ ജീവിതം അല്ലാഹു പറഞ്ഞാൽ തീരാത്തതാണ്. പ്രവാസി ഗൾഫിൽ പോകുന്ന പ്രവാസി നമ്പർ ഒഴിക്കുന്ന ഓട്ടോക്കാരന്റെയും വെള്ളക്കാരന്റെയും അതുപോലെ തന്നെ കറണ്ട് കളയുന്ന ആളിന്റെയും അതുപോലെ വീട്ടിലുള്ള വീട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ അന്യപുരുഷന്മാരുടെ നമ്പരും ഫോണും വാങ്ങിക്കൊടുത്ത് നമ്പരും കൊടുത്തിട്ട് പോകും.